ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഇല്ല എന്നുള്ളതല്ല, കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുകയാ. ലോകത്തെ ജയിച്ചവർ നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ലോകയാത്രയിൽ കഷ്ടങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, കടബാധ്യതകളുണ്ട്, പ്രതിസന്ധികളൊക്കെ അനവധി ഉണ്ട്. എങ്കിലും അതിന് മധ്യത്തിൽ വലങ്കരം പിടിച്ച് നടത്തുവാൻ ശക്തിയുള്ള ദൈവം, മകനെ മകളെ എന്ന് പേർ വിളിച്ച് നടത്തുവാൻ ശക്തിയുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. എങ്ങനെയാ ഏൽപ്പിക്കേണ്ടത്? ദേഹം, ദേഹി, ആത്മാവ് സമ്പൂർണമായി സമർപ്പിക്കുമ്പോൾ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാതെ, വിളിച്ചാൽ വിളി കേൾക്കുന്ന, കരഞ്ഞാൽ കരച്ചിൽ കേൾക്കുന്ന നാഥന്റെ കരം നമ്മുടെ കൂടെ ഇരിക്കുവാനിടയായി തീരും. ആ കരം ബലമുള്ള കരമാണ്, ഒരിക്കലും കൈവിട. നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു, ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുവോ? ചാൻസാണ്. മറന്നാലും മറക്കാത്ത ദൈവത്തിന്റെ സ്നേഹം, ആ ദൈവത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. സങ്കീർത്തനം 29 അധ്യായം അതിന്റെ 1 വാക്യം വായിച്ച, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പീൻ, വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ഞാൻ ഈ സങ്കീർത്തന ഭാഗത്തെ ഒരുപാട് വിവരിക്കുന്നില്ല, കാരണം നമുക്ക് ദാവീദിന്റെ സങ്കീർത്തനം എന്താന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാകുകയാണ്. ഭീതിയും ഭയവും വേദനയും ദുഃഖവും അമർഷവും ഒക്കെ അമർത്തിപ്പിടിച്ച്, ദൈവമേ അങ്ങാണ് ഈ വിഷയത്തിന് മറുപടി എന്ന് പറയപ്പെടുന്ന ഭക്തനാണ് ദാവീദ്. ഭക്തനായിരിക്കുന്ന ദാവീദ് ദൈവത്തിന്റെ പവർ, ദൈവശക്തിക്ക് പ്രാധാന്യം കൊടുത്തു. ആ ദൈവശക്തിയിലാണ് സകലതും മുൻപോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവിക ശക്തിക്ക് പ്രാധാന്യം കൊടുത്ത ദാവീദിനെ നമുക്ക് കാണുകയാണ്. സങ്കീർത്തനം അതിന്റെ 29:11 വായിച്ചു. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. 11 വാക്യത്തില് 3 കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. 1 അടിവരയിട്ട് പറയാം. 1, യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകുന്നു. ഒന്നാമത്തെ അതിപ്രാധാന്യമായിരിക്കുന്ന വിഷയം, തന്റെ ജനത്തിന് ശക്തി നൽകുന്നു. രണ്ടാമത്, യഹോവ തന്റെ ജനത്തിന് സമാധാനം നൽകുന്നു. മൂന്നാമത്, യഹോവ തന്റെ ജനത്തിന് അനുഗ്രഹം നൽകുന്നു. ശക്തിയും ആ സമാധാനവും അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം, പാട്ടുകാരൻ പറഞ്ഞ പോലെ, ലോക ജീവിതം ധന്യമാ. ഏതൊക്കെ വേണം? ശക്തി വേണം, സമാധാനം വേണം, മൂന്നാമത്തെ അനുഗ്രഹം, ദൈവാനുഗ്രഹം. അതുകൊണ്ടല്ലേ അബ്രാഹാമിനെ വിളിച്ചിറക്കിയിട്ട് അനുഗ്രഹിച്ച അങ്ങോട്ട് വിട്ടത് ദൈവം. എങ്ങനെയാ? അബ്രഹാമേ, നീ ഒരു അനുഗ്രഹമായിരിക്കും. ആദ്യം നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അബ്രഹാമിനെ ആരെങ്കിലും ശപിക്കുവോ? നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. അതുകൊണ്ട് അബ്രഹാമിനോട് ജനത്തിന് പറയാനുള്ളത്, അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹത്തിന്റെ ഉടയവനായിരിക്കുന്ന ദൈവം അബ്രഹാമേ, നീ ഒരു അനുഗ്രഹമായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഇറക്കി പുറപ്പെടുവിച്ച് വിട്ടപ്പോൾ അവൻ കടന്നു പോകുന്ന മേഖലകളെല്ലാം അനുഗ്രഹമായി മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിൽ അനേക പ്രതിസന്ധികൾ കടന്നു വന്നപ്പോഴും അബ്രഹാമിനെ വ്യക്തിപരമായി മനസ്സിലാക്കിയപ്പോൾ അബ്രഹാമിനോട് രാജാക്കന്മാരെല്ലാം ക്ഷമ പറഞ്ഞ് നന്മയും കൊടുത്ത് അവനെ സമാധാനത്തോടെ പറഞ്ഞയക്കുകയാണ്. ഒരിക്കലും അബ്രഹാമിനെ ശപിക്കുവാനോ അബ്രഹാമിന്റെ ജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടായെങ്കിലും അതിൽ നിന്നെല്ലാം ദൈവം പിടിവെച്ച് അത്ഭുതകരമായിരിക്കുന്ന ജയ ജീവിതം അബ്രഹാമിന് നൽകിയെങ്കിൽ നമ്മുടെ ജീവിതം ധന്യകരമായി തീരണമെങ്കിൽ അനുഗ്രഹമേറ്റവും അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ശക്തിയല്ല, നമ്മളിൽ പകരുന്ന ദൈവത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ശക്തിയെ നമ്മൾ തിരിച്ചറിയുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ധന്യകരമായി മുൻപോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ശക്തി തിരിച്ചറിയണമെങ്കിൽ നമ്മളിൽ പകർന്നിരിക്കുന്ന ശക്തിയെ നമുക്ക് തിരിച്ചറിയണം. നമ്മുടെ സ്വയശക്തിക്ക് വല്ലതും കഴിയുമോ? ദൈവത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയുന്നുവെങ്കിൽ നമ്മളിൽ വെളിപ്പെട്ടു വരുന്ന ജീവിത സാഹചര്യത്തിൽ വെളിപ്പെട്ടു വരുന്ന അത്ഭുതങ്ങൾ അവർണ്ണനീയമാണ്. കാരണം ദൈവത്തിന്റെ ശക്തിയാലാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ. തെളിവ് തരാം. ലൂക്കോസിന്റെ സുവിശേഷം 9:1 പറയുന്നു, വായിക്കാം. അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ച് സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് സകല ഭൂതങ്ങളുടെ മേലും സകല വ്യാധികളെ സൗഖ്യമാക്കുവാൻ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവത്തിന്റെ ശക്തിയും
ദൈവിക അധികാരവും തന്റെ ശിഷ്യന്മാർക്ക് കൈമാറിയപ്പോൾ അവർ കടന്നു ചെല്ലുന്ന ദേശം ഒരു അത്ഭുതമാണ്. കടന്നു ചെന്ന് സംസാരിക്കുന്ന വ്യക്തികൾ അനുഗ്രഹമാകുകയാണ്. കടന്നു ചെന്ന് തൊടുന്ന വ്യക്തികൾ അത്ഭുത വിടുതൽ പ്രാപിക്കുകയാണ്. ഈ ശക്തിയും അധികാരവും ലഭിക്കുന്ന എവിടെ നിന്നാണ്? ഉയരത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. ഇവിടെ ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായം വായിക്കണ്ട, 17-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ 12 പേരെ അല്ല 12 പേരെ അല്ല, മറുപടിയും 70 പേരെ, ഇത് 70 ശിഷ്യന്മാരെ യേശു തിരഞ്ഞെടുത്തിട്ട് സകല അധികാരത്തോടും കൂടെ അവരെ പറഞ്ഞയക്കുക. പോകുന്ന വഴിക്ക് പറയുക, നിങ്ങൾ ഷൂസ് ഇടരുത്, പേഴ്സ് എടുക്കരുത്, നിങ്ങൾ പൊയ്ക്കൊള്ളുക. പോകുന്ന ഭവനം നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങൾക്ക് സമാധാനം. ചില ആലോചനകൾ പറഞ്ഞാ വിട്ട് അല്ലേ? ഹല്ലേലൂയ. ഈ ആലോചനകൾ പറഞ്ഞു വിട്ടിട്ട് നിങ്ങളെ ആരും കൈക്കൊണ്ടില്ലെങ്കിൽ ഒരു വലിയ വിപത്ത് താഴെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് നിങ്ങളെ ഭവനക്കാർ കൈക്കൊള്ളുന്നില്ല എങ്കിൽ സമാധാനം നിങ്ങളുടെ കൂടെ തിരിച്ചു വരും. നിങ്ങളുടെ കാലിലെ പൊടിയൊന്ന് തട്ടിയിട്ട് പോരെ, അന്ത്യനാളിൽ അത് സാക്ഷ്യം പറയും. ഹല്ലേലൂയ. താഴെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, സീദോമിലും ഗോമോറയിലും സംഭവിച്ചതിനേക്കാൾ സഹിക്കാൻ കഴിയാതെ വണ്ണം അതികഠോരമായിരിക്കുന്ന ഒരു വിപത്ത് അവരുടെ കൺമുൻപിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ശക്തിയും അധികാരവും കൊടുത്ത് വേറെ 70 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് പറഞ്ഞു വിട്ടിട്ട് അവർ തിരിച്ചു വരുമ്പോൾ യേശുവിനോട് അവർ പറയാ, യേശുവേ, ആകാശത്തിൽ നിന്ന് സാത്താൻ മിന്നൽ പോലെ താഴെ വീണത് ഞങ്ങൾ കണ്ടു. എന്തുകൊണ്ടാ? സാത്താൻ പരാജയപ്പെട്ടവനാ. സാത്താനെ പരാജയപ്പെടുത്തുവാനുള്ള ശക്തിയും അധികാരം എവിടുന്ന ലഭിച്ചേ? യേശുവിന്റെ കൈമാറ്റമാണ്. യേശുവാണ് ശിഷ്യന്മാർക്ക് കൈമാറിയത്. യേശുവിലൂടെ ലഭിച്ച ശക്തിയും അധികാരം ഉപയോഗിച്ചുകൊണ്ട് സാത്താനെ നോക്കി, സാത്താനെ ഓഹാല ഈ ദേശത്തെ വിട്ടുപോ, ഈ വ്യക്തിയെ വിട്ടുപോ എന്ന് പറഞ്ഞപ്പോൾ സാത്താൻ പരാജയപ്പെട്ട് മിന്നൽ പോലെ താഴെ വീഴുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. സകല വ്യാധികളെയും സൗഖ്യമാക്കുവാൻ അവർ ശക്തിയും അധികാരവും നൽകുകയാണ്. ലൂക്കോസിന് സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യം. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീനെന്നും അവരോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഉയരത്തിൽ നിന്ന് നിങ്ങൾ യേശു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്റെ അരുമ ശിഷ്യന്മാരെ നോക്കി പറയാ, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നവരോട് പറഞ്ഞു. ശക്തി ഇല്ലാതെ മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല എന്നുള്ള ബോധ്യം യേശുവിനുള്ളത് കൊണ്ട് നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് വേണം മുൻപോട്ട് മൂവ് ചെയ്യുവാൻ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ശക്തി ധരിച്ച് യെരൂശലേമിലും യഹൂദിയയിലും ഒതുങ്ങത്തില്ല. എല്ലായിടത്തും ശാസ്ത്രയുടെ അറ്റത്തോളം പോരാ, ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുവീൻ. ഹല്ലേലൂയ. ഈ ശക്തിയാണ് പ്രിയ മക്കൾ നമ്മുടെ ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കുന്നത്. അത്യന്ത ശക്തിയാ പകർന്നിരിക്കുന്നത് മൺകൂടാരത്തില്. ഒതുക്കുവാൻ കഴിയത്തില്ല. ആ ശക്തി പറഞ്ഞയച്ച് 70 പേരെ തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞു വിട്ട ശിഷ്യന്മാര് പറയുക, ഓ സാത്താൻ മിന്നൽ പോലെ ആകാശത്തിൽ നിന്ന് താഴെ വീഴുന്നത് പരാജയപ്പെട്ട സാത്താനെ ഞങ്ങൾ കണ്ണാലെ കണ്ടു. അധികാരമുള്ള നാമത്തിൽ പകൽക്കാലം ദൈവശക്തിയോടുകൂടെ ഒരു ഹല്ലേലൂയ പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലിരിക്കത്തില്ല, അടച്ചിട്ടിരിക്കുന്ന ഓരോ റൂമിൽ ഇരിക്കത്തില്ല, ഇരുട്ടറയിൽ ഇരിക്കത്തില്ല, ഈ പഞ്ചായത്തിൽ ഇരിക്കത്തില്ല, ഹല്ലേലൂയ. ഈ ജില്ല വിട്ട്, ദേശം വിട്ട്, രാജ്യം വിട്ട്, ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുവനെന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുന്നവൻ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പവർ, ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരും. രാവിലെ കല്യാണത്തിൽ യേശു എന്താ പറഞ്ഞത്? സ്ത്രീയെ, ഹല്ലേലൂയ, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്താ? എന്റെ സമയം ഇനി വന്നിട്ടില്ല, നീ പറഞ്ഞിട്ട് വേണ്ട എന്റെ അത്ഭുതങ്ങൾ. ഞാനും പിതാവുമായിട്ട്, എന്റെ അപ്പനായിട്ടൊരു ബന്ധമുണ്ടെന്നേ. സ്തോത്രം. നീ പറഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, നീ പറയുമ്പോ ചെയ്യാനുള്ളതല്ല എന്റെ അത്ഭുതങ്ങൾ. എന്റെ സമയം ഇതുവരെ ആയിട്ടില്ല. പക്ഷേ
മറിയയ്ക്ക് അറിയാമായിരുന്നു, പരിശുദ്ധാത്മാവിന്റെ നിഴലിട്ടതല്ലേ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമൊക്കെ അനുഭവിച്ച മറിയയ്ക്ക് മനസ്സിലാവും അവനിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വ്യക്തി അത്ഭുത ബാലനാന്ന് മനസ്സിലായിട്ട് ശിഷ്യന്മാരോട് മറിയ പറയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ, അല്ലേ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്താക്കാൻ പറഞ്ഞു. യേശുവിന്റെ അമ്മ മറിയ അങ്ങ് മാറി. ആരാ ചെയ്തത്? ആരാ കൽപ്പിച്ചത്? പിന്നെ മറിയ സൈലന്റ് അവിടെ. യേശു പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. യേശു തിരുവായി മൊഴിഞ്ഞ് അരുളി ചെയ്തു, മക്കളെ വാ, എന്റെ സമയമായി. പുറംപറമ്പിൽ കിടക്കുന്ന ഭരണിയൊക്കെ തേച്ച് കഴുകി, വിം പൗഡറൊക്കെ ഇട്ടൊന്ന് തേച്ച് കഴുകി കൊണ്ടുപോവാ, ഇതിനകത്ത് വെള്ളം നിറയ്ക്കാൻ സമയമായി. വക്കോളം വെള്ളം നിറച്ചു, വിരുന്നുവാഴിക്ക് കൊടുത്തു. വിരുന്നുവാഴി പറയും, ഇത് എവിടെ ഒളിപ്പിച്ചു വെച്ചത്? ഇത്രയ്ക്ക് അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ളവൻ അമ്മയുടെ വാക്ക് കേട്ടല്ല, പിതാവിന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനാ വേളയിൽ പ്രാർത്ഥന കഴിഞ്ഞ് അത്ഭുതത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് ഒരു വാക്ക് പറയുന്നുണ്ട്, പിതാവേ, അങ്ങന്റെ പ്രാർത്ഥന എപ്പോഴും കേൾക്കുന്നതിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. മരിച്ച് 4 നാളായ നാറ്റം വെച്ച ലാസറിന്റെ കല്ലറൊക്കെ ചെന്നിട്ട് മാർത്തയും മറിയയും പറഞ്ഞു, യേശുവേ, മാറ്റം വെച്ചു, 4 നാളായി എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞിട്ട് പിതാവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാ, പിതാവേ, അങ്ങ് എപ്പോഴും എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഉച്ചത്തിൽ പറയാ, ലാസറേ പുറത്തു വാ. പവറല്ലേ ആ ദൈവത്തിന്റെ പവർ, അതാ ശക്തി. നമ്മളെ ശക്തിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ദൈവത്തിന്റെ ശക്തി. പൗലോസ് ഇതിനെ കുറിച്ച് പറയും, വെറും ശക്തിയല്ല, അത്യന്ത ശക്തി മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുകയാ. ഹല്ലേലൂയ. ലാസറേ പുറത്തുവാ എന്ന് പറഞ്ഞു ഉച്ചത്തിൽ. അതോ യഹൂദന്മാർ തന്നെ കൊല്ലാൻ വേണ്ടിയിരിക്കും ആ ദേശത്താ കടന്നു വന്നത്. അവിടെയാണ് യേശു കടന്നു വന്നിട്ട് ഒരു അത്ഭുതം ചെയ്തത്. അന്ന് യഹൂദന്മാർ, പരീശന്മാർ, ന്യായശാസ്ത്രർ അനേകർ യേശുവിൽ വിശ്വസിപ്പാനിടയായി തീർന്നു. സാത്താന്യ തന്ത്രങ്ങൾ അതിക്രമിച്ച് നിൽക്കുന്ന മണ്ഡലത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എന്റെ മണ്ഡലത്തിൽ ജീവിതത്തിൽ വിശുദ്ധിയോടെ, എന്റെ വാക്കുകൾ ചുരുക്കിയ ഈ ജീവിതത്തിൽ വിശുദ്ധിയോടെ, വേർപാടോടുകൂടെ നമ്മൾ മുന്നേറേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഈ അത്യന്ത ശക്തി മൺകൂടാരങ്ങളിൽ പകർന്ന യോഹന്നാനും പത്രോസും ഇവിടെ സുന്ദരമെന്ന ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഉടന്തനെ തൊട്ട് സൗഖ്യമായി ദേവാലയത്തിലേക്ക് കടന്നുപോയി നരിയാണെ ഉറച്ചു തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുവാനിടയായി തീരുകയാണ്. അനേകർ ദൈവത്തിൽ വിശ്വസിച്ച് അനേകർ വിടുതല്, അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിലുള്ള അത്ഭുതങ്ങളൊന്നുമല്ല നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്, മറിച്ച് വിശുദ്ധ ജീവിതം എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആ വിശുദ്ധ ജീവിതത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടെ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കുവാൻ ദൈവം കൃപ നൽകും. അതിന്റെ അവസാനത്തെ ഭാഗത്തേക്ക് വരിക. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകുന്നു, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.